ഹലോ, ഞങ്ങളുടെ ഈ പ്രോസസ്സിന്റെ പേര് ആർട്ടിഫിഷ്യൽ ഫോട്ടോസിന്തസിസ് പ്ലാന്റ്. 3 യൂണിറ്റാണ് ഇതിലുള്ളത്. ഇൻടേക്ക് യൂണിറ്റ്, മെമ്പർ യൂണിറ്റ്, കരയോജനിക് ഡിസ്റ്റിലേഷൻ ടാങ്ക്. ഇൻടേക്ക് യൂണിറ്റിലൂടെയാണ് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ വലിച്ചെടുക്കുന്നത്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ എന്ന് വെച്ചാൽ ട്രാഫിക്കിൽ നിന്ന് എയർ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ള എയർ, പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ഇൻടേക്ക് യൂണിറ്റ് വലിച്ചെടുക്കും. ഇൻടേക്ക് യൂണിറ്റിലുള്ള സക്ഷൻ ഫാൻസ് വെച്ച് അതൊന്ന് ഫിൽട്ടർ ചെയ്യിപ്പിക്കും. ഫിൽട്ടർ ചെയ്ത ഈ എയർ നേരെ കംപ്രസറിലോട്ടാണ് ഇത് പാസ് ചെയ്യിപ്പിക്കുന്നത്. കംപ്രസ് ചെയ്തിട്ട് കംപ്രസ് ചെയ്യുമ്പോൾ ഈ എയർ ഒന്ന് ഹീറ്റ് ആവും. ഹീറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ നേരെ കൂളർ ഉപയോഗിക്കും. കൂളറിലോട്ട് പാസ് ചെയ്യിക്കും. കൂളറിൽ M2 ഉപയോഗിച്ചുള്ള ഒരു കൂളറാണത്. അത് പാസ് ചെയ്യിപ്പിക്കുന്നത് ഈ എയർ ഒന്ന് തണുപ്പിക്കും. അത് നേരെ പാസ് ചെയ്യിപ്പിക്കുന്നത് മെമ്പറൈൻ യൂണിറ്റിലോട്ടാണ്. ഈ കൂളറിൽ നിന്ന് മെമ്പറൈൻ യൂണിറ്റിൽ പാസ് ചെയ്യിപ്പിക്കും. അവിടെ ഒരു ഗ്രഫീൻ സിംഗിൾ ലെയർ എന്ന് പറഞ്ഞ ഒരു സ്ട്രക്ചർ പോലത്തെ ഒരു ഫിൽട്രേഷൻ നടക്കുന്നത്. അത് സ്ട്രക്ചർ ഷേപ്പിലാണ് നടക്കുന്നത്. ഗ്രഫീൻ മെമ്പർ എന്നാണ് അതിന്റെ പേര്. അത് ഫിൽട്ടർ ചെയ്യിപ്പിച്ചിട്ട് 3 ഘടകങ്ങളാക്കി മാറ്റും. CO2, H2O ആൻഡ് O2. O2 നമുക്ക് 100% O2 നമ്മൾ 75% O2 പുറത്തോട്ട് ഇടുന്നത് പ്യൂർ എയർ ആക്കി നമ്മൾ പുറത്തോട്ട് വിട്ടു. 75% ഓക്സിജൻ, 25% ഓക്സിജൻ അടിയിൽ മെഡിക്കൽ പർപ്പസിനായി നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ബാക്കി വരുന്ന CO2യും H2O നമ്മൾ ടാങ്കിൽ സ്റ്റോർ ചെയ്യും. നമുക്കത് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഓക്സിജൻ ആണെങ്കിൽ നമുക്ക് മെഡിക്കൽ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റോർ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ബാക്കി വരുന്ന എയർ നമ്മൾ നേരെ ക്രയോജനിക് ഡിസ്റ്റിലേഷൻ ടാങ്കിലോട്ട് സ്റ്റോർ ചെയ്യും, പാസ് ചെയ്യിപ്പിക്കും. അത് ഓരോ ടെമ്പറേച്ചർ അനുസരിച്ച് അവിടെ നിന്ന് വലിയൊരു പ്രോസസ്സാണ് നടക്കുന്നത്. ഈ ടെമ്പറേച്ചർ ഉപയോഗിച്ച് -200°C ഉപയോഗിച്ചുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ക്രയോജനിക് ഡിസ്റ്റിലേഷൻ ടാങ്കിൽ ഓരോ ടെമ്പറേച്ചർ അനുസരിച്ച് അത് ഓരോ ടാങ്കിലോട്ട് സ്റ്റോർ ചെയ്യും. അവിടെ ക്രയോജനിക് ഡിസ്റ്റിലേഷൻ ടാങ്കിൽ കുറച്ച് ഗ്യാസസ് ആയിട്ട് വരും. N2, VOC, വോൾട്ടൈൽ ഓക്സൈഡ്, അത് VOC ആയിട്ട് വരും. പിന്നെ നമ്മുടെ SO2 സൾഫർ വേർതിരിച്ചെടുക്കും നമ്മൾ. അത് ഓരോ പ്രോസസ്സുകളായിട്ടാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നത്. ഇതൊക്കെ സ്റ്റോർ ചെയ്താൽ നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഈ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ പ്യുവർ എയർ ആക്കി മാറ്റുന്നത് ഞങ്ങളുടെ പ്രോബ്ലം. ഇതാണ് ഞങ്ങളുടെ പ്രോബ്ലം. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ദേശത്തിൽ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് പ്യുവർ എയർ ആക്കി മാറ്റാൻ പറ്റും. എന്താ വെച്ചാൽ ഈ പ്യുവർ എയർ ആക്കി മാറ്റാൻ നമുക്കൊരു പീസ്ഫുൾ ലൈഫ് ഈ ലോകത്ത്, നമ്മുടെ എർത്തിൽ ജീവിക്കാൻ പറ്റും. അല്ലാണ്ട് ഈ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ആണെങ്കിൽ നമുക്ക് പിള്ളേർക്ക്, ഹ്യൂമൻ ബീങ്സ് ആൻഡ് അനിമൽസ്, ഇവർക്കൊക്കെ എല്ലാം ഡിസീസ്, ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ പ്രോസസ്സ് ഉപയോഗിച്ച് നമുക്കിതെല്ലാം കളയാം. ഇതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു.